ചോദിക്കും. അല്ല, നിലമ്പൂർ ഇലക്ഷൻ കമ്മീഷൻ അത് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ, നോട്ടീസ് ആയില്ല. അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം. അതിന് മുമ്പ് എന്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം? എന്തോ അത് എന്താ ഞാൻ ചർച്ച ചെയ്യുന്നത് പാർട്ടിയിൽ? അത് നിങ്ങൾ മീഡിയന് മുമ്പ് എന്തിനാ പറഞ്ഞു? ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്, നിലമ്പൂരും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ട്രാറ്റജി ഞങ്ങൾ പിന്നെ പറയാം. നമ്മൾ കേരള മൊത്തം സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെ ഞാൻ കാണുന്നു, നിങ്ങളും അങ്ങനെ കാണണം. അതല്ല, ഇങ്ങനെ അഡ്വാൻസിൽ എന്നിങ്ങനെല്ലാം ചോദിച്ച് ഇതെല്ലാം ഇനിയുണ്ടല്ലോ സമയം, അത് പിന്നെ ചോദിക്കൂ, അത് നോട്ടിഫൈ ചെയ്യട്ടെ ഇലക്ഷൻ. മുനമ്പം നിവാസികളുടെ കാര്യത്തിൽ സർക്കാർ ബിഷപ്പുമാരുമായിട്ടൊരു ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ് വാർത്ത വരുന്നത്. അതായത് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചയാണ് ബിഷപ്പുമാരുമായിട്ട് നടത്താൻ പോകുന്നത്. അല്ല, അത് നമ്മുടെ മൈനോറിറ്റീസ് അഫയേഴ്സ് മിനിസ്റ്റർ അവിടെ പോയി പറഞ്ഞല്ലോ, ഭയങ്കര സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ ബില്ല് വന്ന് അത് കഴിഞ്ഞിട്ട് റൂൾസ് ഉണ്ടാക്കും, റൂൾസ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുക്കും. അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, അതാണ് സ്ഥിതി. ഞങ്ങൾ പ്രചാരണമൊന്നും നടത്തില്ല, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, വാഗ്ദാനം കൊടുക്കുന്നത് വാക്ക് പാലിക്കും. ഞങ്ങൾ അത് അവർക്ക് വേറെ പണിയില്ലെന്ന്, അവർ അതല്ലേ ചെയ്യുന്നത്. അവർക്ക് ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താല്പര്യവുമില്ല, കഴിവുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ മിസ്ഇൻഫർമേഷൻ മുമ്പോട്ട് വയ്ക്കും. അത് നിങ്ങൾ തീരുമാനിക്കും, അത് കേൾക്കണോ കവർ ചെയ്യേണ്ടതെന്നോ. എന്തോ അത് താങ്കൾ കണ്ടില്ലേ? ഡിബേറ്റ് വാച്ച് ചെയ്തില്ലേ? ഡിബേറ്റിൽ എന്താ മന്ത്രി പറഞ്ഞല്ലോ, മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവന്ന്. മന്ത്രി ഫ്ലോർ ഓഫ് ദ ഹൗസിൽ പറയുമ്പോൾ അത് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വിശ്വസിക്കാൻ? വി ഡി സതീശൻ പറഞ്ഞോ? 35 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത രണ്ട് പാർട്ടീസ് അവർ പറഞ്ഞതാണ് സത്യം, ഞങ്ങൾ ചെയ്യുന്നതാണ് സത്യം. അത് നിങ്ങൾ തീരുമാനിക്കൂ. ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി പ്രാക്ടീസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ താങ്കളിത് പുതിയതായിട്ട് കാണുന്നു, ഞങ്ങൾ ഇങ്ങനെ തന്നെ 2014 മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെ എല്ലാം പ്രിയംപ്റ്റ് ചെയ്താൽ പിന്നെ എന്താ ബാക്കി? എനിക്കിപ്പോൾ അത് നോട്ടിഫൈ ചെയ്യാൻ പ്രസ് കോൺഫറൻസ് ചെയ്യണ്ടേ? അന്ന് ഞാൻ സംസാരിക്കാം. വർഗീസ് ചക്കാലക്കൽ പിതാവ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, KCBC പുതിയ നിയമത്തെ പിന്തുണച്ചത് അത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരുന്നു മുൻപത്തെ പ്രശ്നം. പക്ഷെ പിന്നീട് അത് പഠിച്ചപ്പോൾ അത് പരിഹരിക്കപ്പെടില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്നാണ്. അതായത് ക്രൈസ്തവ ഈ ഡിബേറ്റിൽ എന്നെ വറുത്ത് കൊണ്ടുപോകണ്ട. ഞങ്ങൾ നോക്കൂ, ഞാൻ പറയട്ടെ, ഈ ഡിബേറ്റിൽ ഞാൻ ഇറങ്ങാൻ തയ്യാറല്ല. ഞങ്ങൾ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ പറഞ്ഞ് മുനമ്പത്ത് അവിടെ എത്തി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വാഗ്ദാനം കൊടുത്തു. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. ആര് എന്ത് പറയുന്നു ആ ഡിബേറ്റിൽ ഞാൻ ഇറങ്ങാൻ തയ്യാറല്ല.